ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനേയിയെ ഇല്ലാതാക്കാൻ അമേരിക്കയും ഇസ്രയേലും നടത്തിയത് വൻ മുന്നൊരുക്കം. ഇക്കഴിഞ്ഞ ജൂണിലെ 12 ദിന യുദ്ധമാണ് ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ വൻ വഴിത്തിരിവായത്. അത്ര പെട്ടെന്നായിരുന്നില്ല ഒന്നും. ആണവ ചർച്ചകളും ഇറാന് ചുറ്റും സൈനിക വിന്യാസവും ഒരുക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഉള്ളിൽ മറ്റൊന്നായിരുന്നു. ആയത്തുള്ള അലി ഖമനേയി. മാസങ്ങൾക്ക് മുന്നേ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി CIA ഇതിനുള്ള നീക്കങ്ങൾ തുടങ്ങി. ഖമനേയിയുടെയും ഇറാൻ ഭരണതലപ്പത്തെ മറ്റുന്നതരുടെയും ചെറുചലനങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ജൂണിലെ യുദ്ധസമയത്ത് സ്വയം സുരക്ഷിതരാകാൻ ഇറാനിയൻ നേതാക്കൾ പരാജയപ്പെട്ടത് നീക്കങ്ങളിൽ വഴിത്തിരിവായി. ടെഹ്റാൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ശനിയാഴ്ചകളിൽ രാവിലെ നേതാക്കൾ പതിവായി യോഗം ചേരുന്നത് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഊഹാപോഹങ്ങൾ ഏറെ ഉണ്ടായെങ്കിലും ഈ സമയങ്ങളിലൊന്നും ഖമനേയി മറ്റെവിടെയും പോയിരുന്നില്ല. ഈ വിവരങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് ഇരു രാജ്യങ്ങളും തയ്യാറെടുത്തത്. ഇരുട്ടി വെളുക്കും മുന്നേ ആക്രമണം. രാവിലെ 6 മണിക്ക് ഇസ്രയേലിൽ നിന്ന് ടെഹ്റാൻ ലക്ഷ്യമിട്ട് യുദ്ധവിമാനങ്ങൾ പറന്നു. 2 മണിക്കൂറും 5 മിനിറ്റും എടുത്ത് ലക്ഷ്യസ്ഥാനത്ത് ആക്രമണം. ലഭിച്ച വിവരങ്ങൾ ശരിവെക്കും വിധം അടുത്തടുത്ത കെട്ടിടങ്ങളിൽ സ്ഫോടനം. അതിലൊന്നിൽ ആയത്തുള്ള ഖമനേയിയും കുടുംബാംഗങ്ങളും, തൊട്ടടുത്ത കെട്ടിടത്തിൽ മറ്റുന്നതരും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.